നമസ്കാരം. നോയിഡിറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അതിൽ അതിയായ ദുഃഖമുണ്ടെന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പോസ്റ്റിന്റെ പിതാവ് മറ്റാരുമല്ല, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, വസ്തുതയുടെ കണിക പോലുമില്ലാത്ത പച്ചക്കള്ളം തട്ടിവിട്ടത് കേന്ദ്രമന്ത്രിയാണ്. ഇതാദ്യമായല്ല കേരളത്തെക്കുറിച്ച് BJP നേതാക്കൾ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുതൽ സംഘപരിവാറിന്റെ സൈബർ ഇടങ്ങളും BJPയുടെ ജിഹ്വയായ ദേശീയ മാധ്യമങ്ങൾ വരെ ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പടച്ചുവിട്ടു. കേരളത്തിൽ ശക്തമായ മഴ നിലനിൽക്കുന്നതിനെ പ്രളയമാക്കി മാറ്റുന്ന സംഘബുദ്ധിയുടെ തിരക്കഥ എഴുതുന്നത് അങ്ങ് ദില്ലിയിലാണ്. കേരളത്തെ മത തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറെക്കാലമായി BJP നടത്തിവരുന്നത്. കർണാടകയിലെ പുത്തൂരിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് അമിത്ഷാ പറഞ്ഞത് ഇപ്രകാരമാണ്: കർണാടക സുരക്ഷിതമായി നിലനിർത്താൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമാണ്. താൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ അമിത്ഷാ ഈ നാട് അപകടം പിടിച്ച സ്ഥലമാണെന്ന ദുസ്സൂചന പറഞ്ഞു വെക്കുകയായിരുന്നു. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇത്തരത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിനെതിരെ വിദ്വേഷ പ്രചരണത്തിനിറങ്ങിയത്. കഴിഞ്ഞില്ല, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യോഗി ആദിത്യനാഥ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞത് നമ്മുടെ ഈ സംസ്ഥാനത്തെക്കുറിച്ചാണ്. കേരളം പോലെ ആകരുതെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മഹദ്വചനം. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. പാലക്കാട് ആന ചെരിഞ്ഞതിനെ മലപ്പുറത്താണ് ആന ചെരിഞ്ഞതെന്നും ആ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്നും പച്ചക്കള്ളം പടച്ചുവിട്ടത് BJPയുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തിയപ്പോൾ ഉയർന്ന ലീഗ് പതാകയെ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു ഉത്തരേന്ത്യയിൽ BJP. സ്വന്തം മുന്നണിയിലുള്ള പ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് വേണ്ടി സംസാരിക്കാനോ നിലപാടെടുക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് ആ പാർട്ടിയുടെ ദുര്യോഗമെന്നല്ലാതെ എന്ത് പറയാൻ. ഇതുകൊണ്ടും കഴിഞ്ഞില്ല കേരളത്തെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് പുറമെ സിനിമ വരെ ഇറക്കിക്കളഞ്ഞു സംഘപരിവാർ കേന്ദ്രങ്ങൾ. പക്ഷേ രാജീവ് ചന്ദ്രശേഖറും നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാർ സൈബർ കൂട്ടവും ഈ സംസ്ഥാനത്തെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ: ഈ സംസ്ഥാനം വർഗീയതയ്ക്കെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പും ആർജവവും. അടിസ്ഥാന വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം എന്നിവയിൽ കേരളം എത്രയോ കാലങ്ങളായി മുന്നിലാണ്. ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 100 സ്ഥാനക്കാരിൽ 13 പേരെ സംഭാവന ചെയ്തത് ഇതേ സംസ്ഥാനമാണ്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയുന്ന ഒന്നല്ല. അങ്ങനെ നേട്ടങ്ങൾ ഈ സംസ്ഥാനം കൈവരിക്കുമ്പോൾ, മതേതരത്വത്തെ ഒരു വികാരമായി ഈ സംസ്ഥാനം നെഞ്ചേറ്റുമ്പോൾ, വർഗീയതയുടെ ബ്രാൻഡ് അംബാസിഡർമാർ ഇങ്ങനെ നുണപ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും.